തിരുവനന്തപുരം വടയില ആറാം കല്ലിൽ കാറിന് മുകളിലേക്ക് ആൽമരം കടപുഴകി വീണ് ഒരു മരണം. പരപ്പാറ സ്വദേശി മൂളിയാണ് മരിച്ചത്. സലിം മാലിക് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സലിം, ഇതെപ്പോഴായിരുന്നു ഈ അപകടമുണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ സലിം? ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ആ അപകട സ്ഥലത്താണ്. അങ്ങേയറ്റം സങ്കടകരമായ വാർത്തയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇവിടെ നിന്നും ഈ കാർ, നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ആ കാറ് അത് എത്രത്തോളം വലിയ അപകടം, ഇത് വെട്ടിപ്പൊളിച്ചാണ് അവരെ പുറത്തെടുത്തത്. ആ സ്ത്രീ പരപ്പാറ സ്വദേശിനി മോളിയാണ്. മോളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ മരിച്ചു. അദ്ദേഹം ഈ ഒപ്പമുണ്ടായിരുന്ന ആൾക്കും ചെറിയ പരിക്കുകളുണ്ട്. ഈ സംഭവം നടക്കുന്നത് ഈ ആൽമരത്തിന് സമീപത്ത് ഈ വാഹനം നിർത്തിയിട്ടതിന് ശേഷം അദ്ദേഹം ഭക്ഷണം കഴിക്കാനായി ഭക്ഷണം ഈ മോളിക്ക് കൂടി വാങ്ങിയതിന് ശേഷം ഒപ്പമുണ്ടായിരുന്നയാൾ ഭക്ഷണം വാങ്ങുകയും കഴിക്കുകയും ചെയ്യാനായി പോവുകയായിരുന്നു. അതിനുശേഷം തിരികെ ആ കാറിന്റെ വശത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ആ വലിയ ആൽമരം പിഴുത് വീണത്. അദ്ദേഹം ഇപ്പോൾ ഇദ്ദേഹം അപകടം നടന്ന സമയത്ത് ഉണ്ടായിരുന്നു. ചേട്ടൻ അപ്പൊ തന്നെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് സുനിൽകുമാർ. എങ്ങനെയായിരുന്നു അപകടം ഉണ്ടായത്? ഈ അപകടം ഇവര് പേരക്കടയിൽ നിന്ന് നെടുങ്ങാട് ഭാഗത്ത് വിതിരയില എന്തുകൊണ്ട് പുള്ളി താമസിക്കുന്നത്, അങ്ങോട്ട് പോയ വഴിക്ക് ഇവർ ഇവിടെ ഇറങ്ങി കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. കാപ്പി കുടിക്കാൻ നിർത്തി ഈ മുനിസിറ്റിയിലിരുന്ന ആളിന് കാപ്പി വാങ്ങി കൊടുത്തിട്ട് പുള്ളി ഓംപ്ലേറ്റ് എന്തോ ഓർഡർ ചെയ്തിരുന്നു. പുള്ളി ഓംപ്ലേറ്റ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് മരം വീണത്. വലിയ ഒച്ചയുണ്ടായിരുന്നു. വലിയൊരു ഒച്ചയും വെടി ലൈൻ കമ്പിയുടെ പുറത്തൂടെയൊക്കെയാണ് വീഴുന്നത്. അപ്പോൾ അത് വീണിട്ട് വലിയ ഈ ലൈൻ കമ്പിയുടെ ആ സ്പാർക്ക് ചെയ്യുന്ന സൗണ്ടും വലിയ ഒരു ഇത് തന്നെയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ബ്ലോക്കായി. അങ്ങനെ ഓടി ഇവിടെ എത്തിയപ്പോഴാണ് സംഭവം ഇങ്ങനെ. ആദ്യം വന്ന് നോക്കിയപ്പോഴേ ഈ പുള്ളി പുറത്ത് നിൽക്കുന്നു. പുള്ളി എനിക്ക് നേരത്തെ അറിയാം. ഈ ഡ്രൈവർ വണ്ടി ഓടിച്ചു വന്ന ആളിന്, പുള്ളി വിതിര ഡിപ്പോയിലൊരു ഡ്രൈവറാണ് ഈ വണ്ടി ഓടിച്ചു വന്ന ആൾ. അപ്പോൾ പുള്ളിയെടുത്ത് ചോദിച്ചും പറഞ്ഞു ഒരാളകത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പെട്ടെന്ന് കയറി നോക്കിയപ്പം ഈ സൈഡിൽ തല കുമ്പിട്ട രീതിയിൽ ഈ ഒരു വലിയ ഏറ്റവും അതിൻ്റെ ഒത്ത ഒരു വലിയൊരു തടി ആ സ്ത്രീയുടെ ഇരുന്നതിൻ്റെ നേരെ മേളിലുള്ള ഷീറ്റോടുകൂടി അമങ്ങി ഉള്ള ഒരവസ്ഥയിലായിരുന്നു. ഞങ്ങൾ ഈ മരം കട്ടിയുന്ന കട്ടറൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ നോക്കിയെങ്കിലും ഞങ്ങളതുകൊണ്ട് കഴിയുന്ന രീതിയിൽ നോക്കി. എന്നിട്ടും ഒരനക്കമല്ല. പിന്നെ അതിനിടയിൽ ഫയർഫോഴ്സ് ഒന്നും അവരും കൂടെ തുടങ്ങി. എന്നിട്ട് തന്നെ ഫയർഫോഴ്സ് എത്തിയിട്ട് തന്നെ ഒരുപാട് സമയം എടുത്തു. എന്ന് വെച്ചാൽ അത്രയ്ക്കും ഒരു 8-10 മിഷ്യൻ വെച്ച് ഒരേ കണക്ക് കട്ട് ചെയ്തിട്ട് പോലും ഒരുപാട് സമയമെടുത്താണ് മാറ്റാൻ പറ്റിയത്. അപ്പോഴേ തന്നെ വളരെ മോശപ്പെട്ട അവസ്ഥയായിരുന്നു. അതുപോലെ ഈ മരം ഇത് ചേട്ടാ ഇവിടുത്തെ നാട്ടുകാരൻ തന്നെയല്ലേ? ഈ മരം ഇങ്ങനെ ഈ അപകടാവസ്ഥയിലായിരുന്നു? അല്ല, അത് നന്നായിട്ട് നിന്ന മരമാണ്. പക്ഷെ ഇപ്പം ഈ അടുത്ത സമയത്ത് ഒരുപാട് മഴയൊക്കെ പെയ്തില്ലേ. പിന്നെ ഇത് ഈ തറയിൽ നിന്നും ഒരു ശകലം പൊങ്ങിയുള്ള ഒരു രീതിയിലാണ് നിന്നത്. ഒരു തിട്ട പോലെ കെട്ടിയൊക്കെ. പിഴുത് വീഴുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ആൽമരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് അപ്പുറത്തുമൊക്കെ പല പ്രാവശ്യം വീണിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതൊരു അപകടാവസ്ഥയിൽ അല്ലായിരുന്നു. ഈ സമയത്ത് അപകടം നടക്കുന്ന സമയത്ത് മഴയോ കാറ്റോ അങ്ങനെ ഇല്ല, കാറ്റ് മഴയോ ഒന്നുമില്ല. പക്ഷേ ഇന്ന് രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു, ഇന്നലെ മഴയുണ്ടായിരുന്നു. രാവിലെ ഉണ്ടായിരുന്നു. ഇപ്പൊ വൈകിട്ട് അങ്ങനത്തെ ഒരു ഇത് വിഴാൻ വേണ്ടിയിട്ടുള്ള ഒരു കാറ്റൊന്നും വൈകിട്ടില്ലായിരുന്നു. അതാണ് ഉന്മേഷ്, അങ്ങേയറ്റം നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ആ അപകടം നടക്കുന്ന സമയത്ത് കാറ്റോ മഴയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല നാട്ടുകാർ പറയുന്നതനുസരിച്ച് അതങ്ങനെ അപകടാവസ്ഥയിലായിരുന്നില്ല ആൽമരം ഉണ്ടായിരുന്നത് എന്നുമാണ്. നമുക്ക് ഈ കാറിന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ അറിയാം എത്ര വലിയൊരു അപകടമാണ് സംഭവിച്ചത് എന്നുള്ളത്. ഇപ്പോഴും അതിനുശേഷം ഏകദേശം 8 മണി ആ സമയത്തോടു കൂടിയാണ് അപകടം ഉണ്ടാവും. അതിനുശേഷം ഇപ്പോഴും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അവിടെ മരം, അത്രയും വലിയ മരമാണ്. ആ മണിക്കൂറുകളെടുത്ത് ഈ കാറിന്റെ മുകളിൽ നിന്നും ആ മരം മുറിച്ചു മാറ്റിയതിന് ശേഷം ഇപ്പോഴും ഇവിടെ ആ മരം പൂർണ്ണമായി മുറിച്ചു മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. കാറിന് മുകളിൽ നിന്ന് മാറ്റിയതിന് ശേഷമുള്ള പരിപാടികൾ, നടപടിക്രമങ്ങൾ ഇപ്പോഴും പൂർത്തീകരിക്കുകയാണ്. ഇപ്പോഴും ഫയർഫോഴ്സിന്റെ സംഘം വലിയ പണിപ്പെട്ട് ആ മരം റോഡിന് നടുവിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ശിഖരങ്ങളുള്ള, വലിയ കള്ളികളുള്ള മരമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ബുദ്ധിമുട്ട് അത്രയധികം വലുതുമാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണിക്കാം. ആ മരം ഇത്രയും വലിയ മരമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ചില്ലകളൊക്കെ, വലിയ ഭാഗങ്ങളൊക്കെ മുറിച്ചു മാറ്റിയതിന് ശേഷമാണ് ഇപ്പോഴും ഇത് അങ്ങനെ തന്നെ തുടരുന്നത്. ഈ വലിയ കട്ടറുകൾ, ഒരേ സമയത്ത് 6ലധികം കട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. നാട്ടുകാർ ഉൾപ്പെടെയുള്ളവരുടെ സഹായം ഒക്കെ ഉണ്ട്. വലിയ നിലയിൽ ഈ ആളുകളുടെ ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നു എന്നത്
മുന്നിൽ കണ്ടുകൊണ്ട് വളരെ നേരത്തെ തന്നെ പോലീസ് ഇതിന് തൊട്ട് മുൻപ് പേരൂർക്കടയിൽ നിന്നും ഇവിടേക്ക് വരുന്ന ഭാഗത്ത് വാഹനം തടഞ്ഞു നിർത്തി ഇവിടെ നിന്ന് മറ്റു വാഹനങ്ങൾ ഇവിടേക്ക് കടന്നു വരാത്ത നിലയിലാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ രക്ഷാപ്രവർത്തനം പൂർണ്ണതയിലെത്തിക്കാൻ കഴിഞ്ഞില്ല. സ്ത്രീ മോളി, പരപ്പാറ സ്വദേശിനിയായ മോളി മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഈ കാർ, ഈ വാഹനം ഈ മരത്തിന്റെ താഴെ പാർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഒരു അപകടാവസ്ഥ എന്ന നിലയിൽ ഉണ്ടായിരുന്നതുമില്ല. അതുകൊണ്ട് തന്നെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ മരം ഇവിടെ നിന്ന് മുറിച്ച് മാറ്റണമെന്നൊരു പരാതിയൊന്നും പറഞ്ഞിരുന്നില്ല. കാരണം ആ നിലയിൽ ഒരു അപകടാവസ്ഥയിലായിരുന്നില്ല ഈ മരം ഉണ്ടായിരുന്നത്. തീർത്തും അപ്രതീക്ഷിതമായി വളരെ പെട്ടെന്ന് മരം, ഇന്ന് രാവിലെയൊക്കെ വലിയ കാറ്റ് ഈ ഭാഗത്തുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ആവാം ഒരുപക്ഷെ മരത്തിന് ചെറിയ ചലനം സംഭവിച്ചത്. അതിനുശേഷം അത് ആ സമയത്തോടു കൂടി ഇത് പിഴുത് വീഴുകയായിരുന്നു. അത് ഒടിഞ്ഞു വീഴുകയായിരുന്നില്ല. മരം ഏറെക്കുറെ പിഴുത് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അതും ഈ അപകടം നടക്കുന്ന സമയത്ത് ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ, ഈ മോളി ബ്യൂട്ടി പാർലർ ജീവനക്കാരിയാണ്. അവിടെ നിന്നും ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിൻ്റെ സ്ഥിരം പോകുന്ന ഈ അദ്ദേഹത്തിന്റെ സുഹൃത്തിനോടൊപ്പം മടങ്ങുകയായിരുന്നു. അപ്പോൾ ഈ മോളിക്കും ഒപ്പം തന്നെ അദ്ദേഹത്തിനും ഭക്ഷണം കഴിക്കാനായി ഭക്ഷണം വാങ്ങാനായി, ദോശ വാങ്ങാനായി പുറത്തേക്ക് ഇറങ്ങിയതാണ്. പുറത്തേക്ക് ഇറങ്ങി ദോശ വാങ്ങി കാറിന് സമീപത്ത് തന്നെയായിരുന്നു അദ്ദേഹവും ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ചുമലിലും ഈ മരം വന്ന് വീണ് ചുമലിനും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എങ്കിലും വലിയ പരിക്കുകൾ അദ്ദേഹത്തിന് ഉണ്ടായില്ല. പക്ഷേ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന മോളി അപ്പോൾ തന്നെ, ആ സമയത്ത് തന്നെ, നമ്മളെ ഈ ദൃക്സാക്ഷി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഈ കാറിന്റെ മുകളിലേക്ക് ഈ മരത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് വന്ന് വീണ് അവിടേക്ക് ഞെരുങ്ങി പോവുകയായിരുന്നു. അതിനുശേഷം പുറത്തെടുക്കാൻ തന്നെ പിന്നീടും ഈ ആളുകൾ തന്നെ, ഇവിടുത്തെ നാട്ടുകാർ തന്നെ ശ്രമം നടത്തിയെങ്കിലും അതും വിജയിച്ചില്ല. അതിന് പിന്നാലെ ഫയർഫോഴ്സ് എത്തി ഒരേ സമയം 6ലധികം കട്ടറുകൾ ഉപയോഗിച്ചാണ് അവരെ പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോഴും ആ കൂറ്റൻ ആൽമരം അത് റോഡിന് കുറുകെ കിടക്കുകയാണ്. അത് മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ് സംഘവും പോലീസും. ഈ അപകടത്തിൽ ഒരാളാണ് മരിച്ചത്.